എത്ര നേരമായി മനുഷ്യനോട് വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവന്മാർ ഇത് എവിടെ പോയി കിടക്കുക? ഇന്നങ്ങനെ ഇവന്മാര് കെട്ടിയെടുത്തോണ്ട് വരുമോ? ഇതിപ്പോ എത്രയായ ടൈമെന്ന് വെച്ചാ? ഓ, തോണ്ട വരുന്നുണ്ടോ മധുരവള്ളി? മധുരി ചേട്ടാ, ഇവന്മാർക്കിപ്പോ ഇത് ശീലമാണല്ലേ. ആ, എങ്ങനെയാണെങ്കിലും എന്താ, എത്തിയില്ല രണ്ടും. നീയൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? മനുഷ്യനിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ രണ്ടായി. നീയൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? എന്താണ് പറ്റിയിരുന്ന കുറയ്ക്കുന്നത്? പിന്നെ വരണ്ടേ? അതെ, രാവിലെ കോളേജിൽ പോണ മാതിരിയല്ല നൈറ്റ് ക്ലബിൽ പോവാൻ മതില് കാണുന്നത്. ഓ, ഇപ്പൊ ഞാനായി കുറ്റക്കാരൻ അല്ലേ? അല്ല, നിന്റെ കൂടെ ഉണ്ടായിരുന്നവൾ എന്തേലും? ജെസ്സി എവിടെ? നീയൊക്കെ എങ്ങടെ എനിക്ക് നാട്ടുകാരുടെ കയ്യിൽ തല്ല മേടിച്ചു തരും. എന്റെ ഈശോ, അവളതാ വരുന്നുണ്ട്. നീയൊക്കെ ഇവിടെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് എനിക്ക് അടി മേടിച്ചു തരും. ഞാൻ വന്നു. നീ എന്തിനാണ് ഞാനൊന്ന് ഷൗട്ട് ചെയ്യണേ? ഞങ്ങൾ എത്തിയില്ലയോ? പിന്നെ ഇപ്പോഴെങ്കിലും എത്തിയില്ലോണെന്ന സമാധാനത്തിലാ ഞാനിരിക്കുന്നത്. അപ്പഴാ ഇതൊക്കെ പോട്ടെ. ലല്ലു അവിടെ? ലല്ലുവിനെ കണ്ടില്ലല്ലോ. എന്താ അവൻ? അവനെന്തോന്ന് വരാൻ പറ്റില്ല. അവനെന്തോ തലവേദനയാന്നൊക്കെ. തലവേദനയോ? അതവനോ? ലല്ലുവിനോ? അതൊന്നും ആയിരിക്കില്ല. ഏതെങ്കിലും പെണ്ണുങ്ങളോട് വേണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. എന്തെങ്കിലും ആട്ടെ, നമുക്കെന്നാ പോവാം. ഹലോ, എങ്ങോട്ട് പോകുന്നു? നമ്പർ 1, 2, 3, നമ്പർ 4 എത്തിയിട്ടില്ല ഇതുവരെയായിട്ടും. സാധനം എത്തിയിട്ടല്ലേ? ഓ, അല്ലെങ്കിൽ എനിക്ക് അറിയാന്നോ ഇതിങ്ങനൊക്കെ തന്നെ സംഭവിക്കുള്ളൂന്ന്. എടിച്ചേനെ, അവളെ ഒന്ന് വിളിച്ചു നോക്ക്. വേഗം വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചു നോക്കി. വിളിച്ചോണ്ട് തന്നെ ഇരിക്കുന്നെ. അവൾ ഫോൺ പോലും എടുക്കുന്നില്ല. അല്ലെങ്കിലും അവളല്ലല്ലോ എപ്പോഴും ലാസ്റ്റ് ആലോ വരുവുള്ളൂ. അതൊക്കെ അവളോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. കാട്ടുപൂച്ചയുടെ സ്വഭാവല്ലേ, പിന്നെ എങ്ങനെ? ആഹാ, നീ എന്റെ അത്തപ്പേര് വിളിക്കൂലേടി പൂച്ചേ. ഞാൻ ഇനിയും വിളിക്കടി പൂച്ച, പൂച്ച, കാട്ടുപൂച്ച, കാട്ടുപൂച്ച. ഇവിടെ വഴക്കുണ്ടാക്കാനായിട്ടാണോ വന്നത്? അവിടെ ചെല്ലുന്നവരെ രണ്ടെണ്ണവും വാ തുറന്നുണ്ടല്ലോ. അപ്പഴാ വണ്ടി എടുക്കണ ചാക്കു. അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് രണ്ടെണ്ണത്തെ കൊണ്ട് ഇറങ്ങാൻ പാടില്ല. അപ്പൊ തുടങ്ങോളൂ. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ലേ? ഞാനും. This is for VJ. Hello guys, I'm Jaku. Hey beauty, you know that I'm Jaku. പട്ടീന്നോ? ഞാൻ എന്റെ പേരല്ല പറഞ്ഞ ജാക്കുന്ന്. എന്തെങ്കിലും ആവട്ടെ. അയ്യോ, എവിടെ കേട്ട് പരിചയമുള്ള സൗണ്ട്? അയ്യോ, നീ കൊറേ നേരം ആയല്ലോടാ തുടങ്ങിയിട്ട്. നിനക്ക് അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലാടാ? വേണ്ട, വാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വന്നേ, വാ. നീ ഒന്നും മിണ്ടാടനെ. ഇവനായിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാണ്ട് എനിക്ക് സമാധാനം കിട്ടില്ല. ഇവക്കൊരു കുഴപ്പമില്ല, പിന്നെ നിനക്കെന്താടി കുഴപ്പം? കാണിച്ച തെമ്മാടിത്തരം പോരാ, എന്നിട്ട് എനിക്ക് എന്താ കുഴപ്പന്നോ? അറിയില്ല, നമ്മുടെ ജോണുമായിട്ട് എന്തോ പ്രശ്നം. ഞാൻ നോക്കിയില്ല. എന്താടി, ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തപ്പോഴേക്ക് ഇങ്ങനെയായിരുന്നു ചൂടാവുന്നത്. കൂടെ കിടക്കാൻ വിളിച്ചല്ലോ ഞാൻ. വിളിച്ചായിരുന്നെങ്കിലും. ഓ, അങ്ങനെയാണോ? എന്നാ നീ വിളിച്ചു നോക്കണേ. ഇല്ല, പിടിച്ചോ. നീ എന്നെ തല്ലിയല്ലേ? അവളെ തല്ലാൻ മാത്രം ആയോടാ നീ. എന്നാ പിടിച്ചോ. ഇനി മാറിയെന്നേ, ഇനി ഞാൻ കൊടുക്കാം.
നിനക്ക് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലെന്ന് അറിയണമല്ലേടാ. എടി ഇങ്ങോട്ട് വാടി, അടി ഉണ്ടാക്കല്ലേ, ഇങ്ങോട്ട് വാ. വിടടാ വിടടാ എന്നെ. എനിക്ക് അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം. വിടടാ. മാറി നിക്കടാ അങ്ങോട്ടേക്ക്. നിന്നെ ഇന്ന് ഞാൻ എടാ നിനക്ക് നിന്നെ ഇന്ന് ഞാൻ നിന്നെ അവനോട് ഇങ്ങ് വരാൻ പറ. പറയാം. ജോൺ നീ വാ. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. പോവും. ജാക്കു. മതിയായി, ഇന്നത്തോടെ കൂടെ മതിയായി. ഞാനും ലല്ലു മാത്രം പോവായിരുന്നുള്ളൂ. എന്താണ് ജാക്കു നീ അങ്ങനെയൊക്കെ പറയണേ? അത് പിന്നെ ആ ഫ്ലോയില് ഞങ്ങൾ അങ്ങനെ ഒക്കെ. അതേടി, നിന്റെ ഒക്കെ ഫ്ലോ. അവന്മാരൊക്കെ ഏത് തരത്തിലുള്ള ആൾക്കാരാന്നൊക്കെ എങ്ങനെയൊക്കെ അറിയാം. ഇനി എങ്ങനെ ഇതിന് വല്ല പുള്ളിമാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കത്. ജാക്കോ, ഞങ്ങളെ ഒന്ന് സഹായിക്കാം. എടാ ജാക്കു, അത് അങ്ങനെയൊക്കെ നടന്നു. അതിപ്പോ നീ വിട്. ഇപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ കയറാൻ നോക്കാം. ഓ പറ്റിപ്പോയി. എന്ത് എളുപ്പമായിട്ടാ പറയുന്നേ. ഇനി ഒരൊറ്റെണ്ണം മൂന്നും മിണ്ടരുത്. എങ്ങനെങ്കിലും നിങ്ങളെ കത്ത് കേട്ടണം. ദൈവമേ, ആരും കാണാട്ടില്ല. ഈശ്വര ചതിച്ച്. ഈശോ, ഇതെപ്പോ ലാൻഡ് ഇങ്ങോട്ട്? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നീ എങ്ങോട്ട് പോകുന്നു? നീ ഇവിടെ നിൽക്ക്. നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. സുഖാണോ? എന്റെ പെങ്ങള് എന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാതെ ഇപ്പൊ കേറിപ്പോ. എന്നാ പിന്നെ ജാക്കു, ജെസി, ജന പോവാണേ. ജീവനോടുണ്ടെങ്കിൽ നോക്കണം. കേറി പോകുന്നുണ്ടോ നീ? ഹായ്, പോവായി ഞാൻ പോവായി. എവിടെ പോയതാ ഇതൊന്നാലും ഈ പാതിരാത്രിയില്? അതൊരു കുർബാന കൂടാനായിട്ട്. ഏത് ഈ നട്ട പാതിരാത്രിക്കോ? പറഞ്ഞ പോലെ ചെയ്യാള് ഈ പാതിരാത്രിക്ക് ആരാ കുർബാന വെക്കണേ? ശരി. കിടന്ന് പമ്മണ്ട. ചോദിക്കാനുള്ളതൊക്കെ ഞാൻ ഇവനോട് ചോദിച്ചാ. ജാക്കു, എവിടെ പോയതായിരുന്നടാ നീ ഇവരെ കൊണ്ട്? അത് പിന്നെ ചായ ക്ലബ്. നശിപ്പിച്ച് പൊട്ടാൻ. ഓ ക്ലബ്. ഇതിങ്ങനെ വിട്ടാ ശരിയാത്തില്ല. ഇപ്പൊ തന്നെ അറിയിക്കണം. ചക്രവർത്തി, പ്രായത്തേക്ക് ഒന്ന് ക്ഷമിക്കുക. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിരുന്നു. അച്ചായ പ്ലീസ് പറയരുത്. പപ്പയും മമ്മി വിചാരിച്ചത് ഞങ്ങൾ ഉറങ്ങുവാന്ന്. പ്ലീസ് അച്ചായ. ഓ അങ്ങനെയാണല്ലേ. ഇപ്പൊ തന്നെ ഞാൻ അറിയിക്കാൻ പോവാ. ചക്രയാച്ച. പിന്നെ പറയാതെ പിന്നെ നിങ്ങൾ എങ്ങനെ അകത്ത് കേറും? അയ്യേ, അതാണ് കാര്യം. ഇവൾമാർ ഇതിലൊക്കെ എക്സ്പേർട്ടാ. മതില് ചാടിയാണെങ്കിലും കേറത്തോളൂ. അത് കാരണം അതിൽ പേടിക്കണ്ട. എനിക്ക് സേവനങ്ങളെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. എന്തിനു? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യം ഞാൻ ഉണ്ടാക്കിയെടുത്തോളാം. അപ്പൊ ശരി, എന്നാ ബൈ. ഞാൻ കോളേജിൽ കാണാമേ. പോവാണേ. ബൈ. തെണ്ടി ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു. അപ്പൊ നമ്മളങ്ങനെ പോന്നു. മതില് ചാടി. അപ്പൊ ഇത് ശീലമാണല്ലേ? ഒന്ന് പോയി അച്ചായ. അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം. നോക്കി പിടിക്കുന്നുണ്ടല്ലോ ഉണ്ടാക്കണ്ടേ. ഒരു മൈൻഡ് പോലും ഇല്ല. സാരമില്ല, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പോയോ? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ ഇതുവരെ ഇത് പോയില്ലേ? സാനു, നീ അങ്ങോട്ട് പോവാ രാവിലെ തന്നെ? നീ കോളേജിലേക്ക് ഇറങ്ങിയതാണോ? നീ ഫുഡൊന്നും കഴിക്കുന്നില്ലേ? ഫുഡൊക്കെ കൊടുക്ക. നല്ല ക്ഷീണം കാണും. മോളെ, നീ ഇറങ്ങിയോ കോളേജിലേക്ക്? ആ പപ്പ,
കോളേജില് എനിക്കിന്ന് നേരത്തെ പോണം. കുറച്ച് പ്രൊജക്ട് ഒക്കെ ചെയ്ത് വെക്കാനുണ്ട്. അത് കാരണം പോണം. കോളേജാണോ ക്ലബാണോ? ക്ലബോ? നീ എന്നാടാ ഈ പറയുന്നേ? എന്താ കാര്യം? തെളിച്ചു പറ. എന്തൊക്കെ കാര്യം നീ പറയണേ? അത് ക്ലബല്ല, ബൾബ്. ബൾബോ? ഇത് നമ്മുടെ വർഷം ബൾബ് മാറ്റിയതല്ലേ? പിന്നെ ഏത് ബൾബിന്റെ കാര്യം പറയുന്നേ? എനിക്കെങ്ങനെ ഞാൻ പറയാം നിങ്ങൾ അപ്പനും മോനെ എന്നാ പറയണെന്ന്. ഡാ, നീ ഇന്നല്ലേ ജോയിൻ ചെയ്യണേ? ഇന്നല്ലേ നീ ജോയിൻ ചെയ്യാൻ പോകുന്നേ? ആ മമ്മി, ഇന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്യും. പിന്നെ ചിലവരൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാ. എപ്പോഴാ ചാടണേന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാ ശരി പപ്പ, ഞാൻ പോവാണേ. പോയിട്ട് തിരക്കുണ്ട്. എന്നാ ശരി, ബൈ. ലവ് യു പപ്പ, ലവ് യു മീ. പോവാണേ, ബൈ. എന്നാടാ നീ കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഏയ് ഒന്നുമില്ല, ഞാൻ റൂമിലേക്ക് പോവാ. വിളിച്ച് ഞാൻ തൊണ്ട പൊട്ടി തുടങ്ങി. എത്ര നേരം എന്ന് പറഞ്ഞാ വിളിക്കുന്നേ? അതങ്ങനെ ഒരൊറ്റ സഹായിക്കില്ലല്ലോ ഇവിടെ. എന്താ മമ്മി രാവിലെ തന്നെ ഒച്ച ഉണ്ടാക്കുന്നേ? എന്താ ഇന്ന് മമ്മിയുടെ പ്രശ്നം? ഓ എണീറ്റാ? കോളേജിലൊന്നും പോകണ്ടേ? ഇന്നലെ രാത്രി താമസിച്ച കിടന്നേ. പഠിച്ചപ്പോ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. അത് കാരണം ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അതാ. എങ്ങനെ ഉറക്കം കളഞ്ഞ് പഠിച്ച് വായെടുത്താന്നോണ നീ പറഞ്ഞോണം? നുണയൊന്നുമല്ല. അല്ലെങ്കിലും മമ്മിക്ക് എന്ന് പറഞ്ഞാലും കുറ്റ. ഇപ്പോഴും അങ്ങനെയാണല്ലോ. അതൊക്കെ പോട്ടെ, ജെസ്സി എവിടെ? എന്തോ സാധനം മേടിക്കാനാന്ന് പറഞ്ഞ 2 രാവിലെ ഇറങ്ങിയതാ, ഇതുവരെ വന്നില്ല. എന്നെ കൂട്ടാണ്ടോ? അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. മമ്മി എന്തെങ്കിലും എടുത്തതായോ? അതൊക്കെ ഞാൻ എടുത്തു തരാം. നീ പല്ല് വെച്ചോ. അതും പോയി നീ പല്ല് വെക്കാൻ നോക്ക്. ഓ, അത് പിന്നെയാണെങ്കിലും പല്ല് വെച്ചാ പോരാ മമ്മി. പിന്നെയാണെങ്കിലും മതില്ലോ. പോയി പല്ല് കടി മമ്മ. ഓ എത്തിയോ 2 ഊരും ചെണ്ടിക്കഴിഞ്ഞ? ഇതെന്നാ അടി രാവിലെ തൊട്ട് തുടങ്ങിയോ? അങ്ങ് റോട്ടിൽ വരെ കേൾക്കാനോ നിന്റെ ഒക്കെ സൗണ്ട്? ഇതുങ്ങളുടെ ഒക്കെ കൂടെയല്ലേ ജീവിക്കുന്നേ. എന്നാ പിന്നെ ഞാൻ അങ്ങ് പോവാണേ പപ്പ, ബൈ. ഓ, നൈസായിട്ട് എസ്കേപ്പ് ആയല്ലേ. ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. എന്തോ നിങ്ങളിപ്പോ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? ഓ, എന്റെ സെലിനെ ഒന്നുമില്ല, ഓഫീസിൽ പോവാൻ ടൈം ആയെന്ന് പറയുമായിരുന്നു. നീ എന്താടി ഇങ്ങനെ ഇരിക്കുന്നേ? പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കണ്ട. എന്തടി എടുത്തിട്ട് കുടഞ്ഞു? അതെന്തൊരു ചോദ്യടാ ജാക്കു. അവക്കടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടാലേ അറിയാൻ പാടില്ലേ? അല്ലെങ്കിലും അങ്ങനെ ഇതുമാതിരി ചെറ്റ പരിപാടികളെ കാണിക്കൂ. എന്നതാണെങ്കിലും എന്ത് കുത്തലടിയവേ. മതി ക്ലാസ്സിൽ പോവാം. നിങ്ങളൊരു കാര്യം അറിയാമോ? നമ്മുടെ കോളേജിലൊക്കെ ഒരു പുതിയ പ്രൊഫസർ വരുന്നുണ്ട്. ഓ, ഇനി അതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നോളൂ. അല്ലെങ്കിൽ തന്നെ ഉള്ളതിനെ തന്നെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പടെ പുതിയവരാണ്. ഇതൊക്കെ എന്താ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് തന്നെ? ഓ, ഇവൻ വല്ല ചുമ്മാ പറയുന്നതായിരിക്കും ഇവിടെ. ചുമ്മാതല്ല, സത്യമായിട്ടും പ്രൊഫസർ വരുന്നുണ്ട്. ആളൊരു യങ് ആണെന്നാ പറയുന്നത് കേട്ടെ. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു ടീച്ചറൊക്കെ നോക്കായിരുന്നു. ഇപ്പൊ പ്രൊഫസർ ആയി പോയില്ലേ? യങ്ങോ? മാരേജ് ചെയ്യാത്ത പ്രൊഫസറെ എനിക്കൊന്നും കാണണമല്ലോടാ. അതെ, എനിക്കും കാണാൻ തിരക്കായി. എന്താടാ ഇതൊക്കെ ഇതുവരെ വരാത്തെ? എന്താടാ വരാത്തെ? വരുന്നുണ്ടെന്ന് തോന്നുന്നു. തിരക്ക് കൂട്ടാന്നടി ജെസ്സി. ആളിങ്ങോട്ടേക്ക് തന്നെയല്ലേ വരാൻ പോകുന്നേ. അതെന്നോട് ചോദിച്ച ഞാൻ എന്ത് പറയാനാ? ഇതെന്തുകൊണ്ട്? അടിപൊളി.